എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നത് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളിയാണ്. അപരത്വ നിർമ്മിതിയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആധിപത്യ ശക്തികളുടെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം. ആ അപരത്വ നിർമ്മിതിയുടെ ഭാഗമാണ് ഞങ്ങളിവിടെ കയറി വരുമ്പോൾ പ്രിയപ്പെട്ട സലാ സാഹിബ് സംസാരിക്കുമായിരുന്നല്ലോ ലഹരിയെക്കുറിച്ച്. ഈ അപരത്വ നിർമ്മിതി എന്ന് പറയുന്നത് മനുഷ്യരുടെ അവരുടെ തന്നെ ആത്മസത്തയിൽ നിന്ന് എങ്ങനെ വെട്ടിമാറ്റാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോക ഔദ്യോഗിക സമ്പദ്ഘടനയുടെ ഭാഗമായി തന്നെയാണ് ഡ്രഗ് ബിസിനസ് നടക്കുന്നത്. ഒരു ദിവസം $50 ബില്യൺ ഒഴുകിമറിയുന്ന ബിസിനസ്സാണ് ഡ്രഗ് എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളും അത് വംശത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിലാവട്ടെ, ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് എന്താണ്? ആ സാമ്പത്തിക സ്രോതസ് ഡ്രഗ് ബിസിനസ്സാണ്. താലിബാനെ കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമാണ് യേൽ സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഹമ്മദ് റാഷിദിൻ്റെ പുസ്തകം. താലിബാനെയും ഓയിലിനെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, CIA അന്നത്തെ മേധാവി വില്യം കാസി നേരിട്ട് നേതൃത്വം കൊടുത്താണ് ഈ പെഷവാറിലെ ഗോസ്റ്റണിലേക്ക് ആയുധമിറക്കി കൊടുക്കാൻ വരുന്ന ഭീകരവാദികൾക്ക് ആയുധമിറക്കി കൊടുക്കാൻ വരുന്ന അതേ കപ്പലിലാണ് അഫ്ഗാൻ മലനിരകളിൽ നിന്ന് കറുപ്പ് കയറ്റി ലോകവിപണിയിലേക്ക് കൊണ്ടുപോയത്. ഇത് അഫ്ഗാനിസ്ഥാൻ്റെ മാത്രം പ്രശ്നമല്ല. ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ വിമോചന പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ വേണ്ടി കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കറുപ്പ് എങ്ങനെയാണ് സാമ്രാജ്യത്വ ശക്തികൾ ഉപയോഗിച്ചത്. അപ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാണണം. അല്ലാതെ ബിസിനസ്സിനെ മാറ്റിയിട്ട് നമ്മുടെയൊക്കെ സ്വഭാവത്തിലും ശീലങ്ങളിലും വരുത്തേണ്ട ഒരു മാറ്റമാണതെന്ന് കണ്ട. ബിസിനസ്സാണ്. ഈ ഉൽപ്പന്നത്തിന് മാർക്കറ്റ് ഉണ്ടാക്കാൻ ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ ബിസിനസ് നടത്തുന്ന മതതീവ്രവാദത്തിൻ്റെയും മറ്റനവധിയായിട്ടുള്ള വംശീയവാദത്തിൻ്റെയൊക്കെ രൂപത്തിൽ വരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെ എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം. കേരള ഹൈക്കോടതിയിൽ വന്ന ഏറ്റവും വലിയ ഡ്രഗ് കേസ് ഗുജറാത്തിലെ ഒരു BJP MLA ക്കെതിരായിട്ട്. ഓർമ്മിക്കുന്നുണ്ടാവും നിങ്ങൾ ആരെങ്കിലും? ഗുജറാത്തിലെ ഒരു MLA വലിയ രീതിയിൽ ഡ്രഗ് കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ കേസ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ മയക്കുമരുന്നിനെതിരായിട്ടൊക്കെ നമ്മൾ നമ്മുടേതായ തലത്തിൽ പ്രചരണവും ആത്മബോധനവും ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം വേണം. ഈ ഇഫ്താർ വിരുന്നിന് എല്ലാ ആശംസകളും നേരുന്നു.